ഇതിനെക്കുറിച്ച് എന്താണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിന് പറയാനുള്ളത്? പക്ഷേ ഒരു കാര്യം, ഞാൻ ഈ കോഴിക്കോട് വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ ഞങ്ങൾ നേരത്തെ ഇത് പ്രഖ്യാപിച്ചതാണ്. തീവ്രവാദ സംഘടനകളുടെ കൺസോർഷ്യവുമായി UDF ചർച്ച നടത്തുന്നുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞതാണ്. മറ്റൊന്നുകൂടി ഞാൻ അന്ന് ആരോപിച്ചിരുന്നു, LDFുമായിട്ടും ഈ തീവ്രവാദ സംഘടനകൾക്ക് അന്തർധാരയുണ്ട്. അത് ഞാൻ സൂചിപ്പിച്ചു. അന്ന് കോഴിക്കോട്ടും വടകരയിലും ഈ തീവ്രവാദ സംഘടനകളുടെ പിന്തുണ LDFിനാണ്. കോഴിക്കോടും ആലപ്പുഴയിലും തീവ്രവാദ സംഘടനകളുടെ പിന്തുണ LDFിനാണ്. ഇനി മറ്റേതെങ്കിലും സ്ഥലത്ത് ഈ സഖ്യം മറ്റേതെങ്കിലും മണ്ഡലത്തിൽ വ്യാപിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോഴറിയില്ല. ഏതായാലും ഇപ്പോഴ് കോഴിക്കോട്ടും അതുപോലെ തന്നെ ആലപ്പുഴയിലും SDPI തീവ്രവാദ സംഘടനകളുമായുള്ള രാഷ്ട്രീയ സഖ്യം LDFിനാണുള്ളത്. ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തീവ്രവാദ സംഘടനകൾ തീരുമാനമെടുത്തത് ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ UDFിനെ പിന്തുണക്കുക. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ LDFിന് പിന്തുണ നൽകുക. കാരണം ഒരേ സമയത്ത് കേരളത്തിലെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും സഹകരണം ഉണ്ടാകണമെന്നുള്ളതാണ് മതഭീകര സംഘടനകൾ ആഗ്രഹിക്കുന്നത്. അപ്പം മതഭീകര സംഘടനകളുടെ അജണ്ടയാണ്, രാഷ്ട്രീയ അജണ്ടയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പം BJPയെ NDA തോൽപ്പിക്കാൻ ഏത് ഭീകര സംഘടനകളുമായും സഖ്യമുണ്ടാകാം എന്ന രീതിയിലേക്ക് LDFും UDFും അധപ്പതിച്ചിരിക്കുകയാണ്. കാരണം ഓരോ ദിവസം കഴിയും തെരഞ്ഞെടുപ്പ് അടുക്കും തോറും NDAയുടെ സാധ്യത സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദി ഗ്യാരണ്ടിയെ ജനങ്ങൾ നെഞ്ചോട് ചേർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അത് ഭയന്നുകൊണ്ടാണ് LDFും UDFും LDFും ഈ മതഭീകര സംഘടനകളുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാൻ, സഹകരണമുണ്ടാക്കാൻ മത്സരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ SDPIയും UDFും തമ്മിൽ ഉള്ള രാഷ്ട്രീയ സഖ്യത്തെ മുഖ്യമന്ത്രി വിമർശിക്കുകയുണ്ടായി. എന്നാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് മറ്റൊരു ചോദ്യം ചോദിക്കുന്നു. എങ്ങനെയാണ് കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി എളമരം കരീം K ആയത്? ആരുടെ അജണ്ടയാ ഈ പേരിലെ വ്യത്യാസം? ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മാത്രമല്ല മുഖ്യമന്ത്രി മറ്റൊരു നിലപാടും കൂടി വ്യക്തമാക്കണം. ജമാഅത്ത് ഇസ്ലാമിയോടുള്ള CPMൻ്റെ നിലപാടെന്താണ്? LDFിൻ്റെ നിലപാടെന്താണ്? ജമാഅത്ത് ഇസ്ലാമി ഇതേപോലെ പിന്തുണച്ചാൽ, പരസ്യ പിന്തുണ നൽകിയാൽ മാർക്സിസ്റ്റ് പാർട്ടിയും LDFും സ്വീകരിക്കുമോ? ഇക്കാര്യത്തിൽ തത്വാധിഷ്ഠിത നിലപാടാണോ CPMനുള്ളത്? അവർ ഇക്കാര്യം വ്യക്തമാക്കേണ്ടതാണ്. പക്ഷേ ഒരിക്കലും ഇക്കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തീവ്രവാദ സംഘടനകളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇപ്പോഴേ നമ്മൾ ഏറ്റവും ഒടുവിൽ നോക്കൂ, കഴിഞ്ഞ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള അക്രമ സമരങ്ങളിൽ പ്രതികളായിട്ടുള്ളത് ഭൂരിപക്ഷവും പോപ്പുലർ ഫ്രണ്ടുകാരാണ്. ആ കേസാണ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത് കേരള ഗവൺമെൻറ് LDF സർക്കാർ പിൻവലിച്ചത്.